ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ കയ്യിലുണ്ടെങ്കിൽ അപ്പോഴും തന്നെ കൊടുത്തിരിക്കും. ആരോഗ്യമുള്ള കാലം വരെ ജോലി ചെയ്ത് കിട്ടുന്നതിൽ ഒരു ഓഹരി കൊടുക്കും. മനസാക്ഷിയാണ് ഏറ്റവും പ്രധാനം. അതില്ലാത്തവന്റെ കയ്യിൽ സമ്പത്ത് കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന് പണ്ടുള്ള മനുഷ്യർ പറയുന്നത് വളരെ ശരിയാണ്. കാരണം അധ്വാനിച്ച് ക്ഷേമ പെൻഷനും ചായക്കട നടത്തി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിന് വേണ്ടി കൊടുക്കണം എന്ന് തോന്നിയ സുബൈദുമ്മയ്ക്ക് അന്ന് തോന്നിയ അതേ തോന്നൽ ഇന്നും തോന്നുകയാണ്. അതുകൊണ്ട് ആടിനെ വിറ്റുകൊടുത്ത പണം അടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് അതിലേക്ക് പണമിടരുതെന്ന് പറയുന്നവർക്ക് ഏറ്റവും നല്ല മറുപടിയാണ് സുബൈദുമ്മ ഇപ്പോൾ കൊടുത്ത 10,000 രൂപയും. കൊടുക്കരുത് എന്ന് ഒരു ക്യാമ്പയിൻ മാതിരി പറയുന്ന എത്ര പേർ ഒരു നയാ പൈസ ഇതുവരെ അതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന്. ഒട്ടേറെ ചലച്ചിത്ര താരങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നുണ്ട്. കമലഹാസൻ 25 ലക്ഷം രൂപയാണ് സംഭാവന നൽകുന്നത്. മമ്മൂട്ടി 20 ലക്ഷം രൂപ, സൂര്യ 25 ലക്ഷം രൂപ, വിക്രം 20 ലക്ഷം രൂപ, ഫഹദ് ഫാസിലും അതേപോലെ തന്നെ നസറിയും 25 ലക്ഷം രൂപ, ദുൽഖർ സൽമാൻ 15 ലക്ഷം രൂപ, കാർത്തി 15 ലക്ഷം രൂപ, ജ്യോതിക 10 ലക്ഷം രൂപ, രശ്മിക മന്ദാന 10 ലക്ഷം രൂപ എന്നിങ്ങനെ ഒട്ടേറെ താരങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. താരങ്ങൾ മാത്രമല്ല, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളും സംഭാവനകൾ നൽകുന്നു. ഒട്ടേറെ സാധാരണക്കാരും ഈ മഹാദൌത്യത്തിൽ നാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി, വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഈ മഹാദൌത്യത്തിൽ പണം നൽകി തന്നെ പങ്കാളികളാവുകയാണ്.